ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ആലങ്ങാടുന്ന് KEMHS പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടായ്മയെന്ന് ഒരു ലോഡ് ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ടിനിച്ചേട്ടാ, മണിക്കുട്ട. സ്വാഗതം. ഓ, ഇന്ന് ജാക്കറ്റ് ഒക്കെ ഇട്ട് മണിക്കുട്ടൻ വേറെ ഞാൻ ഓർക്കുന്നു. എന്തായാലും 3 പേര് നല്ല രസമായിട്ടുണ്ട്. പിന്നെ രസമുള്ള സ്കിറ്റുകളിലേക്ക് കടന്നാലോ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം മാസ്. മനോജ് വലഞ്ചുഴി, അജയ് ശ്രാന്തി, സുമി അടിക്കൈ. മണി 11 അല്ല, തെറ്റു പറയാൻ പറ്റത്തില്ല. ഈ കട്ടിലിന്റെ ഇവിടുന്ന് അങ്ങോട്ടേ അമേരിക്കയാ. അവിടെ നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. എണീറ്റ് വരട്ടെ. ഇവന്മാരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉണങ്ങുക ഉണങ്ങുക. ആണോ? ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പൊതുപ്പ് വലിച്ചു. പിന്നെ എന്റെ പുതപ്പാ. തരത്തില്ല. എന്റെ രുദ്രാക്ഷം കൂട്ടി ചവിട്ടല്ലേ. ഒരു ഷീറ്റ് കാണിച്ചു വെച്ചേക്കുന്ന പടുതി വലിച്ചങ്ങ് വലിയ പോലാക്കി. കലാസ്നേഹികളെ, ഒരു മണവും ഒരു ഗുണവും ഇല്ലാത്ത 2 ആമ്പിള്ളാരെ പെറ്റ് വളർത്തിയ ഒരമ്മയുടെ കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വില്ലടിച്ച പാട്ടിലൂടെ ഞാൻ അവതരിപ്പിക്കാം. ഈ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ, ചെമ്പകപ്പൂമേനിയാണ്, ചന്ദന തളിർലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ്, അവൾ ചാരുറ്റ ലാവണ്യ രാഗമാണ്. എന്റെ വയറ് വന്ന് മുഖത്ത് തുടയ്ക്കുന്നു. കാപ്പിയായോ? ആവുന്നതിന് മുമ്പ് ഞാൻ വിളഞ്ഞൊരു കമ്പ് നോക്കി അങ്ങ് വെട്ടി. എന്തിന്? ഇതാണ് എന്റെ മൂത്ത മോൻ. പേര് അമിത്, വയസ്സ് 45. ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് അമ്മയെന്ന് പറയാനും അന്നത്തിനും അല്ലാതെ ഇവൻ വാ തുറക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉണ്ട്, കിടുക്കനായിട്ട് DJ ചെയ്യും. ചോറും കറിയും കൂടെ പ്ലേറ്റിനകത്ത് വിളമ്പി വെച്ച വീണ്ടും താ. ഇത് പറയാൻ ഇവനെ കൊണ്ട് മിടുക്ക. കഴിഞ്ഞു. അയ്യോ, മക്കളെന്തുവാ? ഞാനെല്ലാം കണ്ടോണ്ട് ഇവിടെ കിടക്കുമല്ലേ. എല്ലാം കണ്ടോട്ട് കിടക്ക. നീ എന്താ ദൈവം തമ്പുരാനോ? കണ്ടോ, സ്വന്തം പെറ്റതല്ലേ പിന്നാമ്പുറം കൊണ്ട് കൊഞ്ഞനെ കുത്ത. മൂടില്ലെന്ന് പറഞ്ഞ ഇതെന്റെ മോൻ, ഇളയ മോൻ സുമിത്ത്, വയസ്സ് 42. എന്റെ ദൈവമേ, ഇവൻ ഉണ്ടായതിന്റെ അന്ന് ഇവന്റെ അച്ഛൻ ഈ തേനും പൊന്നും കൂടെ ഉറച്ചു കൊടുക്കുമല്ലോ, അത് ആ സ്വന്തം തന്നയുടെ മുഖത്ത് തുപ്പിയെന്നും പറഞ്ഞ് അയാൾ എന്നോട് വഴക്കുണ്ടാക്കി ഞാൻ പഠിപ്പിച്ചതെന്ന്. അത്രേ ഉണ്ട് ഇവന്റെ കൂടെ. ചേട്ടനെ പോലെ തന്നെ. അയ്യോ, ഇത് ഞങ്ങളുടെ അമ്മ, വർണ്ണമ്മ. കണ്ട പിള്ളേരെ വെച്ച് വർണ്ണിച്ച് ഞങ്ങളെ താഴ്ത്തി കിടന്ന ഞങ്ങളുടെ അമ്മ. വയസ്സ് 62, 67 ആധാർ കാർഡിനകത്ത്. കള്ളത്തര പറയുന്നത്. നീ ബാക്കി നീ പറ. അമ്മ പറ്റി കൂടുതൽ പറയാണെങ്കിൽ എന്തോരം പറയാനാ, സ്വഭാവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ബാക്കി കിടക്കപ്പായെന്ന് അങ്ങോട്ട് എണീറ്റേ ഉള്ളു. നീ പല്ല് വെച്ചോടാ. നീ ഇന്ന് ഞാൻ ഫസ്റ്റ് പല്ല് വെക്കാം. അയ്യോ, മത്സരം ആരംഭിച്ച ആദ്യം അനിയനാണേ. അമ്മയുടെ പൊന്നുകൂടെ ഞാനല്ലേ. ഉമ്മക്കിരി അപ്പുറത്തിരിപ്പുണ്ട്. മോനെ എടുക്കുമ്പോ ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ. എന്തിനാ? ആ മൂക്കിനകത്ത് കളിച്ച പല്ലും കൂടെ തേക്കണ്ടായോ? അപ്പൊ എനിക്ക് നാളെ മൂക്ക് വെച്ച് തിരിക്കല്ലേ. പോയി തേക്കടാ. അമ്മ ഇന്നെന്തോ ഉണ്ടാക്കിയാ കഴിക്കാന്? മുട്ട പുഴുങ്ങിയുണ്ടോ? അയ്യോ, എന്റെ ദൈവമേ, ഈ ചെറുക്കൻ ഇത്ര മുട്ടക്കൊതിയുണ്ടോ? സത്യം പറയാമല്ലോ, ഇന്നലെ ഞാൻ ആ കോഴിക്കോടിന്റെ അടുത്ത് പോയപ്പോ കോഴി എന്നോട് പറയുമ്പോ പറഞ്ഞ, ചേച്ചി എനിക്കൊരു മറപ്പര ഉണ്ടാക്കി തരണേന്ന്. ഏടാ, നീയൊക്കെ ആ കോഴിക്ക് ഒരു പ്രൈവസി കൊടുക്കുന്നുണ്ടോ? സ്കൂൾ പിള്ളേർ ജനലിനകത്തോട് നോക്കുന്ന പോലെ എപ്പോ കണ്ട നേരം ആ കോഴിക്കോടിന്റെ അഴിക്കൂടി ഇങ്ങനെ മുട്ടയിട്ടോ, കോഴി മുട്ട ഇടുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. വിശന്നിട്ടില്ലയോ? അയ്യോ, വീവന്റെ എന്റെ വീട്ടില് പല്ലുകൊടുത്തോ നോക്കമ്മേ. അയ്യ, നല്ല വെളുത്ത്. അതങ്ങ് അടയ്ക്കാവോ? അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ വന്നാൽ അതിനകത്ത് പോസ്റ്റർ ഒട്ടിക്കും. അമ്മേ, ഈ വെളുപ്പാൻ കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമേ?
വെളുപ്പാങ്കാലത്താണെന്ന സ്വപ്നം ചിലത് ഫലിക്കും, ആണോ? ചിലത് ഫലിക്കത്തില്ല. കൂടുതൽ ഫലിക്കുന്നതാ. അമ്മ ഞാനൊരു പേടിക്കും സ്വപ്നം കണ്ടു ഇന്നലെ രാത്രിയിൽ. എന്തുവാ? ഞാൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുവാ വീട്ടിലോട്ട്. പണി സാധനം ഉണ്ട്. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്റെ കയ്യിരിക്കും കവറിൽ. നമ്മുടെ ആ താഴത്തെ ആ ചെല്ലപ്പമ്പടിയിലെ ആ വളവില്ലേ, ആ വളവ് വന്നപ്പോ ഒരു കറുത്ത പട്ടി എന്നെ ചാടിച്ചു കടിക്കാനെ കൊണ്ട്. ഞാൻ എന്റെ കയ്യിരുന്ന പണി സാധനവും ഈ പലചരക്ക് സാധനവും എല്ലാം കളഞ്ഞിട്ട് ഓടി. നമ്മുടെ താഴത്തെ ആ വളവിനെ പൊട്ടക്കുളമില്ലേ, ആ പൊട്ടക്കുളത്തിലോട്ട് ഞാൻ എടുത്ത് ചാടി. പൊട്ടക്കുളത്തിൽ ചാടിയിട്ട് കൊമളം വന്ന സമയത്ത് ഞാൻ പേടിച്ചു പോയി. ശ്വാസം മുട്ടൽ ഞെട്ടി ഉണന്ന് ഞാൻ. അത് ഫലിക്കും അമ്മേ? അത് ഇല്ല, അത് ഫലിക്കത്തില്ല. ആ വെളുപ്പം കാലത്തെ സ്വപ്നം അമ്മയോട് പറഞ്ഞതുകൊണ്ടായിരിക്കും ഫലിക്കാത്തത്. അതല്ലേ, ആദ്യം നീ പണിക്ക് പോണം. എനിക്ക് പണി സാധനം സ്വന്തമായിട്ട് വേണം. പട്ടി ഓടിക്കണം. അത് നടക്കത്തില്ല. ഈ കട്ടിലെ ഈ വീട് നല്ലത് വെളിയിലോട്ട് ഇറങ്ങൂടാ. പൊക്കണം കേട്ടോ. നീ അണ്ണ ഇവിടെ പലതക്കം പോയി. അണ്ണനായിരുന്നു മേൽച്ചുണ്ടെന്തി അണ്ണ. ഓ KPSC കർട്ടൻ ഇടവേളയ്ക്ക് താക്കുന്ന പോലെ ആണല്ലോ ചുണ്ട് താത്തത്. ഇന്ന് ഞാനാണ് എന്റെ ദൈവമേ, കണ്ടാ തോന്നുന്നു ഇവന്മാര് റംബൂട്ടാൻ വെച്ചാൻ പോവാനല്ല. ഇവിടുത്തെ ടിവിയുടെ റിമോട്ട് കേടായിട്ട് 2 ആഴ്ചയായി. അത് മാറ്റിയിടാൻ മടിയായിട്ട് പോയി ഞാൻ എടുത്തു വെച്ച ഒരു കമ്പെടുത്ത് വെച്ച് ഈ കട്ടിലിരുന്നോണ്ട് ഇങ്ങനെ കുത്താ ചാനൽ മാറ്റാന്ന്. ഇവിടെ എഴുന്നേറ്റ് പോയി ആ ചാനൽ മാറ്റാൻ പോലും ഇവന്മാർക്ക് വയ്യ. കഴിക്കാന് നീ എവിടെ കൊണ്ട് തിന്നാനാടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതുപോലെ ചമ്മറം പഠിച്ച് അങ്ങോട്ട് എന്തൊരു അപ്പുറത്തോന്ന് പറ. അപ്പുറത്തോ ഇതങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെക്ക്. എന്തുവാടാ അഹങ്കാരി? നീ ആ വെള്ളം ചെക്ക് ഇങ്ങോട്ട് എടുത്ത്. എല്ലാത്തിനും എന്റെ കൈ ഇറങ്ങണം. വലിയ എന്ത് കഷ്ടമെന്ന് പറഞ്ഞ ഇന്നത്തേക്കാ മുട്ട പുഴുങ്ങിയത്. കറിവേപ്പില ഇട്ടാ മുട്ട പൊരിച്ച. കറിവേപ്പില ഇട്ട മുട്ട വേണം. കറിവേപ്പില ഇട്ട മുട്ട പൊരിച്ച് കൈ കഴുകിയായിരുന്നു. തുടച്ചായിരുന്നു. തൊട എന്താണ് പിന്നെ പൊരിച്ച മുട്ട കൊടുത്ത എന്തിനാ? നീ എന്തോ പറഞ്ഞത്? നീ എന്നോട് എന്തോ പറഞ്ഞത്? ഇന്നലെ നീ എന്നോട് പറഞ്ഞ പുഴുങ്ങിയ മുട്ട വേണമെന്നില്ലയോ? എനിക്ക് പൊരിച്ച വേണം. എനിക്ക് പൊരിച്ച മുട്ട വേണം. എടാ ചെറുക്ക, ഇന്നലെ ഞാൻ 3 മണിക്ക് വെളുപ്പാങ്കാലത്ത് നല്ല ഉറക്കമായിരുന്നു. ഇവൻ എന്നെ ഉണർത്തി വന്നിട്ട് പറഞ്ഞതാ എനിക്ക് മുട്ട പൊരിച്ചത് മതിയെന്ന്. നീ പറഞ്ഞ മൂത്രം ഒഴിക്കാൻ പോകുന്നില്ലല്ലോ പറഞ്ഞു. എനിക്ക് പൊരിച്ച മുട്ട വേണം. എനിക്ക് പൊരിച്ച മുട്ട വേണം. അവനെ കൊടുക്കടാ അവന്. പൊരിച്ച മുട്ട എടാ സഹോദരൻ കാണിക്കണം. മുട്ട വേണ്ട. എനിക്ക് എനിക്ക് വേണ്ട. ഞാൻ വെള്ളമില്ല മുങ്ങി ചാവാൻ. എനിക്കിത് വേണ്ട. വേണ്ട അമ്മ തന്നോമേ. വേണ്ടെന്ന് അമ്മ തന്നു. ഓ എനിക്ക് വേണ്ടടാ മുട്ട. എന്തെങ്കിലും തിന്ന ജീവൻ കിടക്കണ്ടേ? ഓ 10 മുട്ട കൂടുതൽ ഒരു ദിവസം തിന്നാമോ? ചൂടാ എനിക്ക്. തിന്ന എടാ ചെറുക്കാൻ വന്ന് തിന്നാനാ പറഞ്ഞത് കേട്ടോ. എന്തിനാ വേണ്ടാത്ത എടാ കളയാൻ ഇവിടെ ഫുഡ് ഇല്ലെന്ന്. ആര് കളയുന്നു? ഇതിനകത്ത് ആഹാരം കഴിക്കാൻ പറയാനെന്ന്. വേണ്ട. എനിക്ക് എന്റെ ഉണ്ണി വല്ലതും പൊട്ടിയായിരുന്നില്ല. അവിടെ എവിടെ ഇരിച്ച് പോവാ? തട്ടിപ്പറിക്കാൻ വരുമോ? അങ്ങോട്ട് നീങ്ങിയിരിക്കാന്. എടാ അങ്ങോട്ട് നീങ്ങണം. നിനക്കെന്ത് നീങ്ങാൻ പറ്റത്തില്ലയോ? ഭയങ്കര എരി കൊള്ളാവോ? എന്റെ പ്ലേറ്റേ വല്ല എന്ന് തൊട്ടാൽ ചേട്ടനാണെന്ന് ഞാൻ നോക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രിയ സുഹൃത്തുക്കളെ, കലാസ്ത്രീകളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു ജുവാവ് കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ. എന്തുവാ വേണോ? പാരി കൊടുക്കാൻ വരുവാ. അത് പറയത്തില്ല എങ്ങാണ്ട് അഴുക്കൊക്കെ. അമ്മക്ക് എന്നോടാ അയ്യോ എനിക്ക് ഇവിടെ ജീവിച്ചു പോണേ. 2 തടിമാടന്മാര് നാട്ടിലോട്ട് ഇറങ്ങാൻ വയ്യ. കല്യാണം ആയില്ലേ, ജോലി ആയില്ലേ എന്ന് പറഞ്ഞോണ്ട് ആൾക്കാർ ചോദിക്കുക. പിന്നെ ശാലിനിയുടെ കല്യാണമാണ്. അയ്യോ അജിത്ത് കേട്ട് 2 പിള്ളേരും ഉണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും ഇതിന്. അതാണോ അമ്മ പറഞ്ഞത്? പിന്നെന്താ അമ്മ പറഞ്ഞേ? എടാ സുകുമാരന്റെ പൃഥ്വിരാജിന്റെ അച്ഛനില്ലേ, അവന് തമിഴ്നാട്ടിൽ നിന്ന് വരാൻ താമസിക്കും. നിനക്ക് ഇവിടുന്ന് രൊക്കം കിട്ടും. അയ്യോ പാവം സുകുമാരന്റെ കാര്യമല്ലേ പറഞ്ഞേ? എടാ അല്ലെന്ന് ചേർത്തലേ താമസിക്കുന്ന എന്റെ ആങ്ങള നിങ്ങളുടെ അമ്മാവ് സുകുമാരന്. ഓ അയ്യോ ദുഷ്ടൻ സുകുമാരന്റെ. ഡിസംബർ 25-ാം തീയതി കല്യാണം. നമുക്ക് പോണം. ഡിസംബർ 25-ാം തീയതി വരാൻ പറ്റത്തില്ല.
അതെന്തുവാ? അന്ന് മറ്റേ ക്രിസ്മസാ. ആ കേക്ക് മുറിക്കണം. പിന്നെ നമുക്ക് ജംഗ്ഷനിൽ കരോള് കാണാൻ പോണം അല്ലേണ? ജംഗ്ഷനിൽ കരോള് കാണാൻ പോകുന്നില്ല. പിന്നെ കരോള് നമ്മൾ എങ്ങനെ കാണും? നമ്മൾ വീട്ടിനകത്ത് ജനലിലേക്കൂടെ നോക്കും, നമ്മൾ വെളിയിറങ്ങത്തില്ലല്ലോ. ശരിയാ, ഞാൻ മറന്നു വീഴണം. അയ്യോ ജനലിക്കൂടെ നോക്കുവന്ന് അടുത്ത് പോയി കണ്ടാലേ നിന്റെയൊക്കെ പ്രായമുള്ള ചെറുക്കന്മാര് പെണ്ണും കെട്ടി പടക്കോഴികളായിട്ട് പോകുന്ന കാണും. അവർക്ക് പടക്കോടി വേണേ 2-3 മുട്ടയുടെ വാങ്ങിപ്പിക്കണം അവർ. ഈ ചെറുക്കനെ മുട്ടക്കൊതി അതാണെന്ന് ഞാൻ പറഞ്ഞത്. മതി നീയൊന്നും തിന്നണ്ട. ഞങ്ങൾ അമ്മാരുടെ അടുത്ത് പോകുന്നില്ല, സൈക്കോടെ അടുത്ത് ഞങ്ങൾ പോകുന്നില്ല. അങ്ങനെ പറയരുത് കേട്ടോ. എന്താ സൈക്കോടാ? നീ അവിടെ പോയി നിൽക്കുമ്പോ നിന്നെ കാലിലൊക്കെ കൊണ്ടുപോകത്തില്ലായിരുന്നോ? എന്റെ കൂട്ടത്തിൽ കാറെ കയറ്റിക്കൊണ്ട് വാടാ, അമ്മ നിന്നാണ് എന്നെ കാറെ കയറ്റിക്കൊണ്ട് പോയി കേട്ടോ. വാടാ നമുക്ക് എറണാകുളം വരെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അരൂരായപ്പം അറിയാതൊരു ഈച്ച വന്ന് ഈ വണ്ടിക്കകത്ത് കയറിയോ. അയ്യോ, അമ്മാവൻ ചോദിക്കുവാ, എടാ അതിന് ആരോട് ചോദിച്ചോട്ടാ ഈച്ച എന്റെ വണ്ടിക്കകത്ത് കയറ്റിയെന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് പോയ അമ്മാവൻ എന്നെ കൊണ്ട് പാലക്കാട് പോയി. ഞാൻ ചോദിച്ചു അമ്മാവ പാലക്കാട് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാം നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പാലക്കാട് കോട്ടയുടെ മുന്നിൽ ചെന്നിട്ട് ഈച്ച തുറന്നു വിട്ടിട്ട് പറയാം നീ തിരിച്ചു പോകുന്നത് ഞങ്ങൾക്ക് ഒന്ന് കാണണമെന്ന്. ആയിക്കോട്ടെ ഞങ്ങൾ പോകത്തില്ല. അതൊന്നും നീ പറയണ്ട. കൊച്ചിലെ എത്ര തവണ ആ വീട്ടിലൊക്കെ പോയി നിന്നിട്ട് എന്തെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? എന്തെല്ലാം കളിപ്പാട്ടങ്ങള്. അമ്മാവനെ ലൈസൻസ് ഉള്ള തോക്കുണ്ടായിരുന്നു. കാർ ഓടിക്കുവാ തോക്ക്? ഓടിക്കുവായിരുന്നു, കൂടാന്ന് ഓടിക്കുവായിരുന്നു. ലൈസൻസ് ഉള്ള തോക്കുണ്ടായിരുന്നു. നീ ഇവനുണ്ടായില്ലായിരുന്നു. അന്ന് ഞാൻ അവിടെ പോയപ്പോഴേ അമ്മാനോട് അമ്മാവ എനിക്കൊന്ന് വെടിവെക്കാൻ പറഞ്ഞെന്ന്. അമ്മ പറഞ്ഞു സൂക്ഷിക്കണം തോക്കാന്ന് പറഞ്ഞിട്ടേ എന്നെ അവിടുത്തെ വാഴയിലൊക്കെ വെടിവെപ്പിക്കുമായിരുന്നു. അപ്പൂപ്പനൊക്കെ വലിയ കാര്യമായിരുന്നു തന്നെ. എന്നിട്ട് അപ്പം കാല് വേദന കിടന്നപ്പോ നീ ഒറ്റപ്രഭാവത്തിലേക്ക് വന്നല്ലോടാ നീ. അപ്പൂപ്പനെ വെടിവെച്ചിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ നീ വെടിവെച്ചോ? അല്ല ഞാൻ വെടിവെച്ചപ്പോ അപ്പൂപ്പൻ വന്ന് കേറിയതാ. നീ തടയണമായിരുന്നു അങ്ങോട്ട്. അങ്ങോട്ട് പോകുന്നുണ്ടോ തടയാൻ വേണ്ടി? ഞാൻ തെലുങ്ക് നടനൊന്നും അല്ല, അമ്മ അപ്പൂപ്പൻ വന്ന് കേറിയതാ ഇടയ്ക്ക്. അത് അങ്ങനെ അങ്ങ് പോയി. ഒരു കാര്യം ചെയ്യ്, ആരെങ്കിലും പോയി റേഷൻ കട പോയിട്ടു. ഞാൻ പോകത്തില്ല, ഇവരോട് പറഞ്ഞു റേഷൻ കടപ്പാൻ. നീ റേഷൻ കട പോയിട്ടോടാ അനി കുഞ്ഞെ, നീ റേഷൻ കട പോയിട്ടോ. എനിക്ക് ടി വി കാണാനും പോട്ടോ. ആരാന്ന് വെച്ചാ റേഷൻ കട പോയിട്ട് വന്നോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഒരു വാഹനം തരത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അനി കുഞ്ഞെ നിനക്ക് ഉച്ചയ്ക്ക് ചോറ് വേണോ? എനിക്ക് വേണം, എനിക്ക് പട്ടിണി കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ നോപ്പാമേ, ഞാൻ പോവാ. റേഷൻ കാർഡ്. റേഷൻ കാർഡോ? ഇതാരാ? അത് ഞാൻ ഗ്രഹനാഥ. ആണോ? ഇത് കണ്ട് പേടിച്ച് റേഷൻ കടക്കാരൻ ചുമ്മാ തരുവാരി. ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും കല്യാണോ അയ്യോ എന്തുവാടാന്നൊക്കെ ചോദിക്കുന്നത്. എങ്ങനെ പോയി ഞാൻ? ബഹിരാശത്തുനിന്ന് വന്ന അല്ലെങ്കിൽ കണ്ടൽക്കോട്ടക്കാരനാന്ന് പറഞ്ഞാൽ മതി. നിനക്കൂടെ പോത്തില്ലായിരുന്നോ? നിനക്കൂടെ ഒരു സഞ്ചി അല്ല ഉള്ളായിരുന്നു, എന്റെ തലയിടല്ലോ. എന്റെ ദൈവമേ, എനിക്ക് വയ്യ ഇവന്മാരെ കൊണ്ട്. ഇവന്മാരോട് ഞാൻ ആവുന്ന ഞാൻ പറയും. എനിക്കൊരു കൈ ആച്ചിന് എവിടുന്നെങ്കിലും പോയി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പറയും. ഇവൻ ചെയ്യത്തില്ല, ജന്മം ചെയ്യുമാർ പറഞ്ഞാൽ കേൾക്കത്തില്ല. നല്ല തണ്ടും തെടിയുവാ, നല്ല തൊഴിലറിയാവുന്നവന്മാരാ. പോത്തില്ല. ഞാനിവിടെ കിടന്ന് മടക്കാനുണ്ടല്ലോ ഞാന്. എന്റെ സുമിത്ത് മോനല്ലേ? എനിക്ക് വേണ്ട, നീ ഒരു കല്യാണം കഴിക്കണം. എടാ എനിക്ക് വയ്യാതെ പരിപാടാ. ഞാൻ എത്രന്നും പറഞ്ഞാടാ ഇങ്ങനെ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നീ ഒരു കല്യാണം കഴിച്ചോണ്ട് വാടാ. ഞാൻ ചെലവൻ കൊടുത്തോളാമെന്ന്. ചേട്ടൻ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോ ഞാൻ കെട്ടി കഴിഞ്ഞ നാട്ടുകാർ പറയത്തില്ല. അത് നാട്ടുകാരൊന്നും പറയത്തില്ല. അവൻ കെട്ടാൻ വയ്യാഞ്ഞിട്ടില്ലയോടാ. അവൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുവോ? വേറൊരു പെണ്ണുങ്ങളുടെ മുഖത്ത് ആ ചെറുക്കൻ നോക്കത്തില്ല. ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു അടുത്ത ദേവീക്ഷേത്രത്തിൽ പോയി നീ പോയി പ്രാർത്ഥിക്ക്. അവൻ അമ്പലത്തിൽ പോത്തില്ല. അവൻ അമ്പലത്തിൽ ദേവീക്ഷേത്രത്തിൽ പോത്തേ? അവിടെ ദേവിയല്ലേ ഇരിക്കുന്നത്. അവന് മുഖത്ത് നോക്കി പ്രാർത്ഥിക്കാൻ നാണമെന്ന്. അതും പെണ്ണാണല്ലോ പറഞ്ഞു. അതെ. അതുകൊണ്ട് എന്റെ മക്കള്, എന്റെ തങ്കക്കൂടം, എന്റെ ചക്കരമുത്ത ഒന്ന് സമ്മതിക്കണം. നിനക്ക് ചേരുന്ന നിന്റെ ആരോഗ്യസ്ഥിതിക്ക് നിന്റെ സൗന്ദര്യത്തിനും ചേർന്ന ഒരു പെണ്ണിനെ ഞാൻ അങ്ങ് കണ്ടുപിടിച്ചു ഞാൻ അങ്ങ് തരും. അങ്ങനെ ഉണ്ടോ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കട്ടെ. അവിടെ നിന്നും വേണ്ട. നമുക്ക് നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലുള്ള ഒരു കൊച്ചൻ അമ്മയെ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു നല്ല ലോകം അല്ലേ? ശരി ആയിക്കോട്ടെ. പക്ഷെ വേറെ കാര്യമുണ്ട്. ഞാൻ കല്യാണം കഴിച്ചോളൂ, എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അത് നീ ആവശ്യത്തിന് എടുത്തോ? എന്തുവാ? എന്താണ് വേണമെന്ന്? പ്രൈവസി സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വരും. ഈ അണ്ണൻ ഇവിടെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നു. ഈ കെട്ടിക്കൊണ്ട് വരുന്ന എന്റെ ഭാര്യയ്ക്ക് പുള്ളി ഒരു ഡിസ്റ്റർബൻസ് ആവും. ഒന്നാമത് ഇവിടെ ഒരു മുറിയേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ഞങ്ങളായിട്ടുള്ള കാര്യതകളൊക്കെ ഈ പുള്ളി ിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ആ കൊച്ചിന് അത് ബുദ്ധിമുട്ടാവും. എന്തുപാടാ ഒരു പെണ്ണ് കെട്ടിയപ്പോഴത്തേക്ക് നീ ഉടനെ അങ്ങ് സഹോദരനെ അങ്ങ് തള്ളി പറഞ്ഞത് എന്തൊരു സ്വഭാവം? അത് അമ്മയ്ക്ക് അറിയാത്തതാണ്, പലയിടത്തും നടക്കുന്ന സംഭവം. അത് നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനോട് നീ പറഞ്ഞിട്ട് വേണം ഇത് എന്റെ അമ്മയാണ്, ഇത് എന്റെ ചേട്ടനാണ്, ആ ഒരു സ്നേഹവും പരിഗണനയും നീ പറഞ്ഞിട്ട് വേണം കൊച്ചിനെ മനസ്സിലാക്കാൻ. അങ്ങനെ ഒന്നും കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ പെണ്ണിന്റെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. എനിക്ക് ചേട്ടനും കേട്ടൊന്നുമില്ല. പുള്ളിയുടെ വേറെ എവിടെ പോയി താമസിക്കാം. അങ്ങനെ ഞാൻ കേട്ടാ. എടാ നീ വിശന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ടല്ലോടാ അവൻ ഇപ്പൊ ഈ വെയിലത്ത് മുഖം മറിച്ച് തല്ലി അടിച്ച് വീണ് അങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞ് ഞാൻ മാത്രമല്ലല്ലോ തിന്നുന്ന, കൊണ്ടുവരുന്ന അങ്ങാരും കൂടെ തിന്നുന്നില്ല. അവള് മാറാൻ പറയാം. എനിക്ക് കല്യാണം കഴിക്കണം. നീ തമാശ പറയുമ്പോ തമാശയൊന്നുമല്ല. ഞാനിത് കുറെ നാളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീ ടി വി കണ്ടേ? പോ ടി വി കാണാൻ മൂടൊക്കെ പോയി. എന്തുവാ അമ്മേ? ഞാൻ അയാളോട് പറഞ്ഞു 1 കിലോ അരിയോട് കൂടുതൽ തരാം. അങ്ങനെ പറയാൻ തരത്തില്ലെന്ന്. 10 കിലോ അരി അവിടെ നിലത്തിട്ട് ചവിട്ടുന്നുണ്ട്, എന്നിട്ടും തരത്തില്ല. നിങ്ങൾ നീ നട മുട്ടായി. എനിക്ക് വേണ്ട. നട എനിക്ക് വേണ്ട. നല്ല മുട്ടായി. നല്ല മുട്ടായെങ്കിൽ
ഓ അവൻ വലിയ ആളായിപ്പോയിടാ. അത് എനിക്ക് തിന്നാ മിഠായി എന്നാ നമ്മളെ ഈ കാണിക്കുന്നൊക്കെ വെറുതെയാടാ കുഞ്ഞെ. നീ നിനക്ക് വേണമെങ്കിൽ എന്തോ അമ്മ പെട്ടെന്ന് അവൻ കല്യാണം കഴിക്കാൻ പോവാണ്. അതിന് അമ്മക്ക് അറിയുന്നേ അവന് നമ്മളൊന്നും വേണ്ടാന്ന്. അതെന്താടാ പിന്നെ അണ്ണ ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഒരു പെണ്ണിനെ കൊട്ടിക്കൊണ്ട് വരാൻ പറ്റും. അവനൊരു പെണ്ണിനെ കെട്ടിയപ്പോ നമ്മളെ അങ്ങ് മറന്നടാ. എവിടുന്ന് വരുന്ന സൗണ്ട്? അല്ല നീ കല്യാണം കഴിക്കുമ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കുഴപ്പം എന്ത്? അത് പറ്റത്തില്ല. ആ പെണ്ണൊക്കെ ഇവിടെ ഉള്ളപ്പോ അത് കല്യാണം കഴിക്കാതെ ഒരാള് ഇവിടെ കെട്ടാച്ചരക്കായിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. കണ്ടോടാ എന്നാടാ എനിക്ക് ഏഴെ മുട്ടായി വേണ്ട. മറ്റു പെണ്ണ് അമ്മയെ വഴക്ക് പറഞ്ഞു. അതായിരുന്നെങ്കിൽ അങ്ങ് സഹിക്കായിരുന്നു. നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടൂ. അമ്മ ചായ വല്ലൊരു കൊണ്ടമ്മ ചായ. നീ തമാശ പറഞ്ഞല്ലേടാ. അമ്മേ തമാശയൊന്നുമല്ല. പോവാടാ ഞാൻ പോവാ. യോ എടാ അവനത് കാര്യമായിട്ട് എടുത്ത് നീ പറയടാ. ചുമ്മാ പറഞ്ഞു തന്ന് അണ പോലെ എന്താടാ ആ മുട്ടായി തന്നിട്ടു. ആ മുട്ടായി ഞാൻ തിന്നു വിഷമം വന്നപ്പോ. മുട്ടായി തിന്നു? ആ എന്റെ മുട്ടായി തിന്നു. നിനക്ക് വേണ്ടായിരുന്നല്ലോ. എന്റെ മുട്ടായി തിന്നോടാ നീ. എന്റെ മുട്ടായടാ പകുതി എങ്കിലും തരത്തില്ല. പകുതി എന്താണ് മുട്ട? പകുതി മുട്ടായി എനിക്ക് തരാതെ അമ്മേ തിന്നൂലോ. നീ തന്നെ ഞാൻ കല്യാണം കഴിക്കാൻ വന്നത്. ഞാൻ കല്യാണം കഴിക്കാൻ വന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു. കട്ടില് പറിക്കില്ല. കട്ടില് കട്ടില് മറിച്ച് ഇടുവാടാ ഞാൻ. ഇനി ഈ കട്ടില് നൂരാൻ ഞാൻ വിചാരിക്കണം. നിന്റെ ഒക്കെ ഒരു കട്ടില് ഒരു ജീവിതമില്ല. ഒറ്റ കാരണമല്ലേ അണ്ണ കല്യാണം കഴിക്കാത്തോണ്ടല്ലേ ഈ വിഷയം ഇവിടെ ഉണ്ടായത്. അല്ല കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അതറിയത്തില്ല. അതെന്താ? എടാ കല്യാണം കഴിക്കാൻ ഭയങ്കര സംഭവങ്ങളുണ്ടാവും. എന്ത്? അതെനിക്കറിയാം. എന്തല്ലോ അതല്ലോ നമ്മള് കല്യാണം കഴിച്ചു വന്നാൽ ഞാൻ എനിക്ക് കുഞ്ഞുണ്ടാവും. നീ കല്യാണം കഴിച്ചാൽ നിനക്കും കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിള്ളേർ നമ്മോട് ചോദിക്കത്തില്ലയോ വസ്തു വീതം വെച്ച് താച്ചാന്ന്. അന്നേരം നമ്മുടെ അമ്മച്ചിയുടെ കൈ വസ്തു ഉണ്ടോടാ വീതം വെച്ച് തരാനോ? എവിടുന്ന് അമ്മച്ചി ഇപ്പോഴേ ഒരു പുരാവസ്തു. അതല്ല നമ്മുടെ കെട്ടിയോളമാർ അമ്മച്ചോട്ട് വഴക്കുണ്ടാക്കും. അന്നേരം നമ്മുടെ കെട്ടിയോളമാര് നമ്മളോട് എന്താ പറയുന്നത്? അമ്മച്ചിയെ കൊണ്ടുവന്ന് അഗതി മന്ദിരത്തിൽ വിടാൻ. അങ്ങനെ നമ്മുടെ അമ്മച്ചി അഗതി മന്ദിരത്തിൽ കൊണ്ട് വിടാൻ അമ്മച്ചി അഗതി മന്ദിരത്തിൽ കൊണ്ട് വിടാൻ പറ്റുമോ? അറിയത്തില്ലല്ലോ. അമ്മയുടെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കല്യാണം കഴിക്കാത്തത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ ഉള്ളിടത്തോളം കാലം നമ്മൾ അമ്മയെ നല്ലോട്ട് സ്നേഹിച്ച് അമ്മയുടെ കൂടെ തന്നെ ജീവിക്കണം. അമ്മയാകുമ്പോ തല്ലും വടക്ക് കുറെയൊക്കെ ചെയ്യും. അന്നേരം നമ്മൾ നമ്മുടെ അമ്മയുടെ കൂട്ടത്തിലുണ്ടല്ലോ. പക്ഷെ അമ്മ കാണാൻ പോയാ എന്തോ ചെയ്യും? അമ്മയെ പോകാൻ നമ്മൾ വിടത്തില്ലല്ലോ. അത് മതി. मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनो എനിക്കറിയത്തില്ലേ ഇവന്മാര് എന്റെ തല കണ്ടിട്ടേ പോത്തുള്ളൂ. എടാ എന്താണ് അവിടെ ബഹളം? കൈ എടുക്കണം. ഞാൻ ഇടിക്കും. ഞാനാണ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്തുവാമേ എന്തുവാ മനുഷ്യന്റെ എന്റെ ദൈവമേ കാലിന് പോലും ഇവന്മാരെന്നെ കൊടുക്കത്തില്ലല്ലോ. നീയൊക്കെ എന്താ ചെയ്യുവാടാ അവിടെ? എത്ര നാൾ കൊണ്ട് ഈ കട്ടിൽ ചരിച്ചിട്ടേക്കോ? ഞങ്ങൾ താഴെ കിടക്കോ? ഇനിയെങ്കിലും ഇതൊന്ന് നേരെ വെച്ചതാ. നടുവൊന്ന് നോക്കണം. ഓ എന്റെ നടുവൊന്ന് നോക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടേലും ഞാൻ പോയേനെ. പിന്നെ കട്ടില് പോയിനാടാ നീയൊക്കെ. ഞങ്ങള് കുഞ്ഞുങ്ങളല്ലേ അമ്മ പറഞ്ഞ കേക്കണ്ടേ? കുഞ്ഞുങ്ങള് നിന്നെയൊക്കെ ആരാടാ ഇനി കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്നത്? ഫസ്റ്റ് കുഞ്ഞുങ്ങളാ. അമ്മച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? അമ്മ അച്ഛനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മക്കളുണ്ടെന്നിട്ട് എത്ര പ്രായമായാലും അവര് കുഞ്ഞുങ്ങളാ. കുഞ്ഞുങ്ങളെ തന്നെ. നല്ലൊരു ഐഡിയ ആവാം ടീം മാസ്. കൊള്ളാം, നന്നായിരുന്നു. നിങ്ങൾ ഈ സ്കിറ്റിലുപരി നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ പല സ്കിറ്റുകൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാകാറുണ്ട്. പല സ്കിറ്റുകളും കാണുമ്പോൾ നമുക്ക് ചിരി മാത്രമല്ലാതെ അതിൻ്റെ അകത്ത്
നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോ കുടുംബത്തിൽ നടക്കുന്നതായ കാര്യങ്ങളും കൂടി അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നിങ്ങൾ. ഇപ്പോൾ ഇത് തന്നെ ആ ചേഞ്ച് ഓവർ, ഈ 2 മക്കൾ ഇത്രയും പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്തതിൻ്റെ റീസണാണ് നിങ്ങളവിടെ ആ കട്ടിലപ്പുറത്തിരുന്ന് പറയുന്നത്, പറഞ്ഞു പോകുന്നുണ്ട്, അപ്പുറത്ത് കിടന്നുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു കാരണമല്ല. കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത മടിയായത് കൊണ്ടാണോ അതോ ഈ കാരണം കൊണ്ടാണോ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ അന്വേഷണം, ആ സ്കിറ്റിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള അന്വേഷണം കൂടി ഉൾപ്പെടുത്തി നന്നായിട്ടുണ്ട്. പിന്നെ ചിരിയുടെ എലമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ തന്നുകൊണ്ടിരിക്കുന്ന ആ ചിരിയുടെ അത്ര എത്തിയില്ലെങ്കിലും തന്നിരിക്കുന്ന ചിരികളെല്ലാം നല്ല ചിരികളാണ്. അതിൻ്റെ അകലം കുറച്ച് കൂടിപ്പോയി. 1-2 കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റിയെടുക്കാമായിരുന്നു. പ്രോപ്പർട്ടിയിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്, അതൊക്കെ വേണമെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാമായിരുന്നു. സാരമില്ല, എങ്കിൽ പോലും നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അന്വേഷണത്തിന് പ്രത്യേകം നന്ദി. താങ്ക് യു ചേട്ടാ. എനിക്ക് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ക്യാരക്ടർ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തെന്നുള്ളതാണ്. അത് സിനിമാറ്റിക് രീതിയിൽ ഒരു ടെക്നോളജിയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്തി ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിന്നിട്ട്, അത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടൊരു സംഭവം ഉണ്ടാ. എന്നാൽ നിസ്സാരമായിട്ട് നിങ്ങളത് ചെയ്തു. പിന്നെ കാലഘട്ടം പിന്നിട്ടത് ഓവർ എക്സാഗ്രേഷൻ ആണെങ്കിലും ശരിക്കും കല്യാണം കഴിക്കാൻ വരെ നിങ്ങൾക്ക് മടിയാണല്ലേ, പണിയെടുക്കാൻ ഒട്ടും വയ്യ, അതാണ് ഇത്ര മടിയന്മാരാ. അമ്മ പറയുന്നുണ്ട് 2 കാര്യത്തിനെ വാ തുറക്കാറുള്ളൂ, ഒന്ന് അമ്മയെന്ന് വിളിക്കാനും ഒന്ന് ഭക്ഷണം. അതെ അതെ, പഴയ കഥകളൊക്കെ ആബേലും കായലും എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥ പോലെയാണ് നമുക്ക് വന്നത്. 2 മടിയന്മാരായ ഇങ്ങനെ കുട്ടികൾക്ക് വരെ ആസ്വദിക്കാൻ പറ്റുന്ന ഓൾ ജെൻ ആയിട്ടുള്ള ഒരു സ്കിറ്റായിരുന്നു കേട്ടോ. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണിക്കൂട്ടാ. തമിഴിലൊരു വാക്ക് കടമെടുക്കാണ്, മകഴ്ചി. അത്ര മനോഹരം, അത് നല്ല മനോഹരമെന്നാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം, മകഴ്ചി. അത് പറയാൻ കാര്യം എനിക്ക് അതിൽ നിങ്ങൾ ഉപയോഗിച്ചൊരു ഹ്യൂമർ ഇഷ്ടപ്പെട്ടു. അതായത് അജിത് കുമാർ സാറിൻ്റെ ഇത് വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അടിവരും എന്ന് പേര് പരാമർശിച്ചു. അപ്പോൾ ഇപ്പുറത്ത് മൂത്ത ചേട്ടൻ സുകുമാരൻ സാറിൻ്റെ പേര് അവിടെ നിന്ന് വരേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് പെട്ടെന്ന്. അതെ അതെ, അത് നല്ലൊരു ട്വിസ്റ്റ്, നല്ലൊരു ഹ്യൂമർ ഇതുമായിരുന്നു കേട്ടോ. നല്ല ഒഴുക്കുള്ളൊരു കോൺസെപ്റ്റും നല്ല ഒഴുക്കുള്ളൊരു തിരക്കഥയും നല്ല ഒഴുക്കുള്ളൊരു പെർഫോമൻസും ആയിരുന്നു. കാരണം ഇവരെ മടി കാണിക്കാൻ വേണ്ടി ആദ്യം ഫുഡിൻ്റെ കാര്യത്തിൽ വരുന്നു, പിന്നെ അതിനുശേഷം TV, അത് മറ്റേ കമ്പെടുത്ത് കുത്താൻ വെച്ചിരിക്കുന്ന അത് ചാനൽ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ ഇവർക്ക് മടിയാണ്. പിന്നെ ആഹാരം വായിലെടുത്ത് വയ്ക്കാൻ മടിയായതുകൊണ്ട് അമ്മ അത് വെച്ച് കൊടുക്കുന്നു. റേഷൻ കടയിൽ പോകാൻ മടി. അങ്ങനെ മടിയുടെ കോൺസെപ്റ്റ് ഇങ്ങനെ പിടിച്ച് ഒഴുക്കിപ്പോയി ലാസ്റ്റ് അവിടെ കൊണ്ട് എത്തിച്ചപ്പോഴത്തേന് അതിഗംഭീരമായ ക്ലൈമാക്സ്. ഇതിലെടുത്തു പറയേണ്ട കാര്യം നിങ്ങളുടെ ഈ തിരക്കഥയാണ്. ആ തിരക്കഥയും നിങ്ങൾ അവതരിപ്പിച്ച രീതിയാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷെ അത് മനോഹരമായിട്ട് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കട്ടിലെടുത്ത് മറിച്ചു വെക്കാൻ പോലുമുള്ളൊരു മടിയുണ്ടല്ലോ. കാലാകാലങ്ങളെ ഇവർ അമ്മൂമ്മയായി, അതേപോലെ മക്കൾ 2 അപ്പൂപ്പ പ്രായമായി, എന്നിട്ട് ആ കട്ടിലിപ്പോഴും അതേപോലെ. അതൊരു ഗംഭീരമായിട്ടുള്ള കോൺസെപ്റ്റും ഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ മടിയന്മാർക്കുള്ള എമൗണ്ട് ആരാണ് ആദ്യം കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. സിർക്ക കൊടുക്ക്. ഞാനൊരു 16,000 രൂപ കൊടുക്കുക. 16,000 രൂപ. ആരാണ്? തിരിച്ചേട്ടാ. ഞാനൊരു 15,000 രൂപ. അപ്പൊ 31,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി മണിക്കൂട്ട് അയച്ചോ. ഒരു മടിയില്ലാതെ പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അത് അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തോ. നമ്മൾ പണിക്കൊന്നും പോകുന്നില്ല. അപ്പൊ അമ്മ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ വെച്ച് കൊടുത്തരും. ഓക്കെ, താങ്ക് യു. ശരി അപ്പൂപ്പ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം അടുത്ത ടീം റെഡി, സ്കിറ്റ് റെഡി. റെഡിയെങ്കിൽ വിളിക്കാം. സുധീഷ് മുല്ലൂരുണ്ട്, നമ്മുടെ സൈച്ചേട്ടനുണ്ട്, കൂടെ ദീപ്തി ഉണ്ട്. ഒരു നല്ല കേടി. ഗണപതി പാരിന്റെ അധിപതി അമ്മേ ശരണം ദേവീ ശരണം. മഹോത്സവ ദിവസമായ ഇന്ന് രാത്രി 10 മണിക്ക് വസ്ത്രാക്ഷേപം ഉണ്ടായിരിക്കുന്നതാണ്. വസ്ത്രാക്ഷേപം എന്ന ബാലെ ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ ദൈവമേ, 10 ദിവസം അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയിട്ട് കണ്ണടച്ചു തുടങ്ങിയപ്പോ ഉത്സവം തീർന്ന്. ഇന്ന് 10 മണിക്ക് ബാലയുണ്ടോ, ഒന്ന് പോണെന്ന് വിചാരിച്ചിട്ട് നടക്കണില്ല. എങ്ങനെ പോവാനാ? അങ്ങേരോട്ട് പോകയില്ല, എന്നോട്ട് വിടിയയില്ല. എടാ മണിക്കുട്ട, ഞാൻ കണ്ടായിരുന്നു ആ താലം പോയപ്പോ നീ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് വിരകണത്. നിങ്ങളൊക്കെ ഉത്സവത്തിന് പോയായിരുന്നാ? ഞാൻ പോയിട്ടില്ലെന്നേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ നാടൻ പാട്ടും കൈകൊട്ടിക്കളിയൊക്കെ കണ്ട് അമ്പലപ്പറമ്പി വായും വിളിച്ച് ഇങ്ങനെ ഇരുന്നോ. വടക്കലെ സുമചേച്ചിയുടെ വീട്ടിൽ കള്ളം കയറി അറിഞ്ഞില്ലല്ലേ? പെരയും മൂട്ടി അവിടെ പോയിരുന്ന കള്ളന്മാരെല്ലാം കൊണ്ടോ ഒരു സാധനം ഉണ്ടാവില്ല നമ്മളെ കഴിഞ്ഞു വരുമ്പോ. ഞാൻ പോവാത്തത് എന്തിനാന്ന് ഇവരൊക്കെ പോയി കിടന്ന് വിരക്കണത്? പോകണ്ട, അങ്ങനെ സൂക്ഷിക്കണ്ട. ഒറ്റ പിന്നെ വാക്കളും കഴിച്ചിട്ട്
അല്ല നിങ്ങളായിരുന്നാ? പിന്നെ നീ ആരെന്ന് കരുതി? ഞാൻ കള്ളനാന്ന് വിചാരിച്ചു. അല്ലല്ല നിക്ക് എന്തോ ഒരു ടോണിനൊരു വ്യത്യാസം. ഞാൻ കള്ളനാന്ന് വിചാരിച്ചിട്ടില്ലേ? അത് നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ കള്ളനെ കണ്ടിട്ടുണ്ടാടി. പക്ഷെ നിന്റെ ആക്ഷനും അഭിനയവും കണ്ടു കഴിഞ്ഞാൽ നീ ഡെയിലി കള്ളനെ കാണുമ്പോലൊരു തോന്നൽ. ആ ബാല അത് നടക്കത്തില്ല, അത് ഞാൻ കൊളവാക്കും. നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ ബാല കാണാൻ പോകുന്നില്ല, നിന്നെ ഞാൻ കാണാൻ വിടത്തുമില്ല. എങ്ങനെ പോവാനാണ്? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടേ ഇങ്ങേരായിരുന്നു അവിടെ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അല്ലാണ്ട് കള്ളത്തരം മുഴുവൻ കാണിച്ചിട്ട് ഇങ്ങനെ ചവിട്ടി പുറത്താക്കി. വേറൊന്നുമല്ല, കൊമ്പനാനേനെ കൊണ്ടുവന്ന കണക്ക് എഴുതാൻ പറഞ്ഞപ്പോഴേ 9 ആനേനെ കൊണ്ടുവന്ന കണക്ക് എഴുതി വെച്ച് ആ കള്ളത്തരത്തിന് പുറത്താക്കി. എന്തായിരുന്നു പ്രസിഡന്റ് ആണെന്നുള്ള പാപമായിരുന്നല്ലോ ഒരു അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആയപ്പോ. അവിടെ ഇനി അടുത്ത പ്രാവശ്യം ഉത്സവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാൻ തന്നെ ആയിരിക്കും പ്രസിഡന്റ്. ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴേ അവിടെ പരിഷ്കാരം കൊണ്ടുവന്നു. പരിഷ്കാരം ഭയങ്കര വലിയ പരിഷ്കാരം കൊണ്ടുവന്നു. വേറൊന്നുമല്ല, കാണിക്ക വഞ്ചിക്ക് വരാൻ QR കോഡ് കൊണ്ടേ വെച്ചേക്കണം. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ചില്ലറ ഉണ്ടോ? അത് പോട്ട് പൈസ ഉണ്ടോ? എല്ലാരും അക്കൗണ്ടിലല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ QR കോഡ് കൊണ്ടുവച്ചത്. ഇങ്ങനെ QR കോഡ് കൊണ്ടേ വെച്ച് നാട്ടുകാർ മുഴുവനും വന്ന് സ്കാൻ ചെയ്ത് എന്നിട്ട് കാശ് മുഴുവൻ പോയത് എങ്ങോടാ? കീടമണിയുടെ അക്കൗണ്ടിലോട്ട്. എന്റെ അച്ഛൻ 5 പൈസ കിട്ടുന്നത് നിനക്കെന്താടി ഇത്ര കൊശപ്പം? ഭയങ്കര കുശുബ് തന്നെയല്ലേ നീ. എങ്ങനെ ഇവിടെ തലകുത്തി മറിഞ്ഞാലും നിന്നെ ഉത്സവം കാണാൻ ഞാൻ വിടത്തില്ല. നില്ല ഇതെന്താ ഇത്? നല്ല ഭംഗിയില്ലേ? ഇപ്പോഴാണ് ശരിക്കും ഒരു തയ്യക്കാരത്തിന്റെ ഭർത്താവായത്. ഞാൻ എനിക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റുന്ന ആൾക്കാരെന്തെല്ലാം പറയണെന്നറിയാം. എന്താ പറയാ? എന്തോ കോലം എന്തോ? ചേട്ടൻ നിങ്ങളാണ് എന്നോട് കളർഫുൾ ആയിട്ട് തുണി തയ്ച്ചു തന്നോന്ന് പറഞ്ഞത്. കളർഫുൾ ഡ്രസ് അല്ലേ ഇത്? നിങ്ങൾ ഈ തയ്ക്കാനുള്ള തുണി കൊണ്ടുവന്നാ? ഇങ്ങോട്ട് നോക്ക്. ഇത് രമേശൻ ചേട്ടന്റെ ഷർട്ടിന്റെ, ഇത് സുധി ചേട്ടന്റെ, ഇത് മറ്റേ ശ്യാമേട്ടന്റെ, ഇത് ചന്ദ്രൻ ചേട്ടന്റെ. ഇത് നോക്കി. അയ്യോ, ഇത് ആരുടെ ആയിരുന്നാവോ? ഏത് വടക്കിലെ കൊച്ചിന്റെ ആയിരുന്നു? അപ്പൊ ഈ പോക്കറ്റോ? ഇത് സുമിയുടെ ബ്ലൗസിനുള്ളിൽ എടുത്ത് തയ്ച്ചതാ. സുമീര ബ്ലൗസിന്റെ ബാലൻസ് പോക്കറ്റില്. ഞാൻ വെളിയിൽ കൂടെ ഇറങ്ങി നടന്നപ്പോ സുമീര ഭർത്താവ് എന്റെ അടുത്ത് ചോദിക്കുക, സുമി നീ പോക്കറ്റിലാക്കിയോടെ? നീയാണ് ഇതിന് മൊത്തം അമ്പലത്തിൽ പരിപാടി തുടങ്ങുന്നത്, നമുക്ക് പോകാം. ആൾക്കാർ വെളിയിറങ്ങി നടക്കാൻ തമ്മിൽ ഞാൻ അങ്ങനെ പോയി തിയേറ്ററിലൊക്കെ പണ്ട് ഇന്റർവെൽ സമയത്തിരുന്ന് വിളിക്കും പോലെ എടാ പീസേ കട്ട് പീസേന്ന് എന്നെ വിളിക്കുന്നു. ചേട്ടാ നീയാണ് ഇതിന് മൊത്തം കാരണക്കാരൻ. എനിക്ക് അമ്പലത്തിൽ പരിപാടിക്ക് പോണോന്ന്. ഇല്ല വിടത്തില്ല ചേട്ടാ. അമ്പലത്തിലാ നിങ്ങൾ പരിപാടിക്ക് കൊണ്ടുപോകല. നിങ്ങൾ വേറെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണ്ട. എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോ ചേട്ടാ. എന്തോരം പരിപാടി നാട്ടിൽ നടക്കണത്. ദൈവമേ, ഒരിടത്തും കൊണ്ടുപോകണില്ല നെല്ലേ? കൊണ്ടുപോകണില്ല. എടി കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ അച്ഛനെയും പിള്ളേരെ എല്ലാരെയും കൂടി ചിൽഡ്രൻസ് പാർക്ക് കൊണ്ടുപോയില്ലേ? ചിൽഡ്രൻസ് പാർക്കിൽ കൊണ്ടുപോയിട്ടില്ലേ? എന്റെ അച്ഛൻ ഭയങ്കര ആശിച്ചാണ് ഊഞ്ഞാലാടാൻ കയറുന്നത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് അപ്പൊ തന്നെ വിളിച്ചോ? ഊഞ്ഞാലും അടിച്ചില്ലേ എന്റെ അച്ഛനാ? കൊച്ചു പിള്ളേരെ ഊഞ്ഞാലിൽ കയറി നീ കളവാൻ ഭയങ്കര ആട്ടം. അപ്പൊ ആ സെക്യൂരിറ്റി പാടിയ നീ കേട്ടായിരുന്നു? എന്തോന്ന്? കേക്കണം. താമരക്കിളി പാടുന്നു തകതും, താളിയോലകളാടുന്നു തകതും. രണ്ടാമത്തെ വരി ദേശീയത്തിൽ 7 പ്രാവശ്യം പാടി. ദേവി ഇതെന്താ കാണിക്കുന്നേ? അയ്യോ എന്റെ ചൊല്ല കുട്ടിയല്ലേ, അങ്ങനെയൊന്നും കാണിക്കല്ലെന്ന്. കിഴക്ക് കിഴക്കൊരാന കൊന്തണിഞ്ഞ് നിക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. എനിക്കറിയാം അമ്പിളി മാമ. എത്ര വയസ്സുണ്ടടി എനക്ക്? 34. എന്നിട്ടാണ് ഈ മുതുക്ക് കൂത്താട്ടം ഇവിടെ കിടന്ന് ആടുന്നത്. അമ്മച്ചി എടി നീ ഇനി എന്തൊക്കെ ചാടിയിരുന്നാലും ബാല കാണാൻ ഇവിടെ നിന്ന് വിടത്തില്ല. വിടത്തില്ല. മക്കളുടെ ജീവിതം മുഴുവൻ നീ തയ്ച്ച് തീരെയുള്ളു. ഒരു പരിപാടിക്ക് പോകാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റൂല. ഒരു കാര്യം ചെയ്ഞ്ഞു വാ. എന്താന്ന്? എന്തായാലും ഞാൻ ബാല കൂവി കുളമാക്കും. കൂടെ ഒരാളൂടെ ഉള്ളത് നല്ല. നീ പോയി ഡ്രസ് മാറി വാ. പിന്നെ എത്ര നേരം ബാല കാണാൻ പോവാന്ന് പറഞ്ഞാ? നീ വാ. അത് ബാല കാണാനല്ല, കൂവാ ഞാൻ വന്നില്ല. എനിക്ക് നാളെ കല്യാണത്തിന്റെ തയ്ച്ച് കൊടുക്കാണ്ട് ഞാൻ വന്നില്ല. പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. ഒരു സ്ഥലത്ത് കൊണ്ടുപോകൂലാന്ന്. നേരം നമ്മളെ തന്തിയോളയും മിഷീൻ ചവിട്ടി തീരാനാ എന്റെ വിധി. എന്റെ ദൈവമേ, ഞാൻ എന്തുമാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട. എന്റെ വിളി നീ ഒന്ന് കേൾക്കണില്ലല്ല. എന്തിനു ഭഗവാൻ എന്നോട് ഇങ്ങനെ കാണിക്കണത്? വിളിച്ചാ വിളിപ്പുറത്തെത്തും ദൈവം എന്ന് പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ വന്നേക്കണ്. അയ്യോ ഭഗവാനെ, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ. അനുഗ്രഹിച്ചിരിക്കുന്നു. അയ്യേ വരേന്
ഇങ്ങനത്തെ ദൈവം? അയ്യോ അതല്ല, ഞാൻ ദൈവമല്ല, പിന്നെ ഞാൻ മാധവൻകുട്ടി. എന്നാ മറ്റേ ചെറുപേറ് മാറ്റിട്ട് എനിക്ക് ഇച്ചിരിതാ. എന്തുവാ? മോദകം കിട്ടിന്ന് പറഞ്ഞു. മോദകം കിട്ടിയെന്നല്ല, എന്റെ പേരാ പറഞ്ഞ മാധവൻകുട്ടി എന്ന്. എന്താ വന്നത്? വസ്ത്രാക്ഷേപത്തിന്. ഞാൻ കത്തർ കെട്ടി ഞാൻ പള്ളക്കാൻ കെട്ടി ഞാൻ കുടുംബത്തെ അതല്ല, ഇപ്പൊ വിളിച്ചു പറഞ്ഞ കേട്ടില്ലേ വസ്ത്രാക്ഷേപം ബാലേന്ന് പറഞ്ഞില്ലേ അമ്പലത്തില്? ആ ബാലേ നടനാണ് ഞാൻ. നാണയില്ലേടോ? കണ്ടാ തന്നെ അറിയാലോ നല്ല പ്രായമാണിട്ട് ബാല നടനാണെന്ന് വലിയ കാര്യമുള്ള ബാലനടന്റെ കാര്യമല്ല പറഞ്ഞേ, ഞാൻ ബാലയിലെ പ്രശസ്തരായ നടനാണെന്ന് പറഞ്ഞതാ. ഉത്സവത്തിന്? എന്റെ ദൈവം, എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമായിട്ട് ഞാനൊരു ബാലക്കാരനെ ആദ്യമായിട്ടാണ് ഞാൻ കുടുംബശ്രീ ഗ്രൂപ്പിൽ വിളിച്ചിട്ട് എല്ലാവരും ഒന്ന് കാണിക്കട്ടെ. ദൈവമേ ചേച്ചി, ഇത് ഞാൻ എടുത്തോട്ടാ, ഇത് ഞാൻ എടുത്തോട്ടെ, വിളിക്കല്ലേ. എന്റെ കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ട് അയ്യോ ദൈവമേ ആരും ഞാൻ സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരാളെങ്ങനെ അടുത്താണ്. ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോയോ? നടുക്ക് വെക്കാ മതി. എന്നാ നിങ്ങളെയോ? കുടുംബശ്രീയിൽ ലോൺ എടുക്കാൻ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞപ്പോ അങ്ങനെക്ക് നേരെ ഇല്ലെന്ന് എടുക്ക്. അപ്പൊ എന്റെ കൂടെ അല്ലേ സെൽഫി എടുക്കട്ടെ? ഇതെടുക്ക്. ആ എടുത്തെന്നാ ചേച്ചി. എന്റെ കൂടെ ഒരു ഫോട്ടോ. ആരാധന എടുത്തെടുത്തോ. കൊറേ പേര് ഇങ്ങനെ സെൽഫി ഒക്കെ പിടിക്കാൻ വരിക. ഇങ്ങനെ ചേർന്ന് നിന്നോളൂ. ചേർന്ന് നിന്നിട്ട് കൈ ഇതുവഴി ഇങ്ങനെ ഇട്ടോ. അപ്പൊ നമ്മൾ അത്ര ക്ലോസ് ആണെന്ന് അറിയുമല്ലോ ആൾക്കാര്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടല്ലേ? അതെന്നാ ഫോട്ടോ എടുത്തു. ഇങ്ങനെ പിടിച്ചാണ്? അല്ല, ഫോട്ടോ അതിക്ക് പോകുമ്പോഴേ നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്, നിങ്ങളുടെ കൈ ഇട്ട പോലെ അങ്ങനെ. അല്ല, ഞാൻ വന്നത് എന്താന്ന് ഇതുവരെ ചോദിച്ചില്ല. എന്തിനാ വന്നേന്ന് അതാ ഞാൻ ആലോചിക്കുന്നത്. സംഭവം സത്യം പറഞ്ഞോണ്ടല്ലേ, ഞാൻ ബാലയില് എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കത്തം കെട്ടാൻ കയറിയപ്പോ പാലിന്റെ മൂടൊന്ന് കീറി. 1.5 മണിക്കൂർ യുദ്ധമുണ്ട്. ഈ കീറിയത് കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊന്ന് തയ്ച്ചു തരണം ചേച്ചി. അയ്യോ, എനിക്കിപ്പൊ തയ്ക്കാൻ ഒട്ടും നേരമില്ല. എന്താണെന്നറിയോ, ഒരു കല്യാണ പാർട്ടിയുടെ ഇത്രയും തുണി തയ്ച്ചു കൊടുക്കാളെ, നാളെ കല്യാണം. അതുകൊണ്ട് ഞാൻ ബാല കാണാൻ പോലും. അല്ല, ഞാൻ അവിടെ തിരക്കിയപ്പോ പറഞ്ഞത് ചേച്ചി നല്ല തേപ്പുകാരിയാണെന്ന്. ആര് പറഞ്ഞു ഞാൻ തേപ്പുകാരിയാന്ന്? ചേച്ചി ഇവിടുത്തെ നല്ല തയ്പ്പുകാരിയാണെന്ന് പറഞ്ഞു. ചേച്ചി ഇതൊന്ന് തയ്ച്ചു തരുമോ? കഷ്ടമുണ്ട്. ബാലക്ക് എനിക്ക് സമയമില്ലെന്ന്, എനിക്ക് ബാല കാണാൻ പറ്റില്ലെന്ന്. ദൈവത്തോർത്ത് ബാല കാണാൻ വരല്ലേ. എന്റെ ആശാനങ്ങാനം ചേച്ചിയെ കണ്ടു കഴിഞ്ഞാ ബാലയില് പിടിച്ച് നടിയാക്കി കളയും. എന്നെ മെയിൻ നടി. ബാലയിലൊക്കെ നടിയാവണം, ഗായനമുണ്ട സൗന്ദര്യമൊക്കെ വേണ്ടി എനിക്കുണ്ടാ. പോടാ. ആശാന്റെ ഭാര്യക്ക് തന്നെ 78 വയസ്സുണ്ട്. പുള്ളിയാണ് 14-കാരിയായിട്ടുള്ള കുമാരിയായിട്ട് ചെയ്യണം. അന്നാക്കി നിങ്ങൾക്ക് ഒന്ന് ചെയ്തൂടെ? ബാലയൊക്കെ ചെയ്യണമെങ്കിൽ ഡാൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഡാൻസ് ഒന്നും അറിഞ്ഞൂടാ. ആര് പറഞ്ഞു ഡാൻസ് അറിഞ്ഞൂടെന്ന്? എനിക്കറിയില്ല. എനിക്ക് ആകെ ഇത് തുന്നാനും തയ്ക്കാനൊക്കെ മാത്രമേ അറിയുള്ളൂ. തയ്യൽ അറിയാമോ? തയ്ക്കാൻ അറിയാം. മതി. തയ്യൽ അറിയാമെങ്കിൽ ഡാൻസിന്റെ 25% പഠിച്ചു. എങ്ങനെയാണ് കാലിട്ട് ഇങ്ങനെ തയ്ക്കുന്ന? ചവിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ചവിട്ടുന്നത്? ഇതിന്റെ തുണി എങ്ങനെ തയ്ക്കുന്നത്? അങ്ങനെ ആ കൈ തിരിച്ചു വെച്ച് തയ്ക്കൂ. അപ്പൊ സൂചിയിൽ എങ്ങനെ നൂല് കോർക്കുന്നേ? ആ ഇടത്ത് സൈഡിൽ കൂടെ കോർക്കൂ. ആ നല്ല പോലെ കോർക്കും. ആ കാല് മാറ്റി ചവിട്ടു. ആ തുണി കയറ്റോ ഇങ്ങനെ. എന്നിട്ട് ഇതങ്ങോട്ട് കയറ്റോ. ദൈവമേ, മതി ഡാൻസ് പഠിച്ച്. ഇതും കൊണ്ടൊന്നും അങ്ങോട്ട് വരില്ല. ശോഭനക്ക് ഈഗോ അടിക്കൂ. ശോഭനക്ക് അതങ്ങ് വിശ്വസിച്ച്. അപ്പഴേ ചേച്ചിക്ക് തയ്ക്കാൻ സമയമില്ല, ഞാൻ പോണ് വേറൊരു. എനിക്ക് സമയമുണ്ട്. നിങ്ങക്ക് എന്തോ വേറെ കല്യാണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ ചെയ്യില്ല. നീ ഇങ്ങോട്ട് കൊണ്ടാടെ. എവിടെ കയറിയേക്കണേ? ഞാൻ തയ്ച്ചു തരുമല്ലോ. ബാക്കിൽ ഇങ്ങനെ കീറിട്ടുണ്ട് ഫുള്ളായിട്ട്. ഓ, അത് ഞാൻ തയ്ച്ചു തരാം. അതെ, ഇന്റർലോക്ക് ചെയ്യണ മെഷീൻ അകത്തായിരിക്കണം. അപ്പൊ അകത്ത് കൊണ്ടുപോയിട്ട് തുന്നണം. പിന്നെ ഞാൻ വേണമെങ്കിൽ പാന്റിന്റെ ഇവിടെ 2-3 എംബ്രോയിഡറിയും പിടിപ്പിച്ചു തരാം. പാലയില് വന്നാൽ നായിക ഞാൻ വേഷം ഒപ്പിച്ചു തരാം. ശരിക്കും വേഷം ഒപ്പിച്ചു. ഇതല്ലേ, ഇതും കൂടി മാറ്റി ഒരു ബട്ടൺസ് കൂടി വെച്ചു. അപ്പൊ ഇത് ഇടാൻ സുഖം. ഉരുത്തായോ? ഞാൻ അകത്തുകൊണ്ട് അടിച്ചിട്ട് തരാം. ഓക്കെ. ഇന്റർവെല്ല് ഭംഗിയുണ്ടല്ലോ എന്നെ കാണാൻ നാടകത്തിൽ. അയ്യോ, ഒഴുകുവല്ലേ, വടിഞ്ഞങ്ങ് ഒഴുകുവല്ലേ ഗ്ലാമർ. പിന്നല്ല. ഓ, അങ്ങനെ കള്ളം പറഞ്ഞോണ്ട് പാന്റ് തയ്ക്കാം. ചേച്ചി പെട്ടെന്ന് തയ്ച്ചോണ്ട് പറഞ്ഞേ. പാവം ചേച്ചി എന്നെ സഹായിച്ചു. എന്തായാലും ചേച്ചി നമ്മൾ സഹായിക്കുന്നു. അപ്പൊ ചേച്ചി തിരിച്ചെന്തേലും സഹായിക്കണ്ടേ? ഇതു നവസുരബില മനുപമ ലഹരി ചങ്കിടക്കടച്ചടാക്കടക്കടടാ. എന്റെ കയ്യില് അപ്പോ ബാല കാണാൻ വേണ്ടിട്ട് വിളിച്ചപ്പം വരാതിരുന്നത് ഇവൻ കാരണമാണ്. ശരിയാക്കി തരാം. ദൈവമേ, എവിടെന്നോ ഒരു റഷ്യൻ തത്ത വന്ന് നിൽക്കണ്. മ്യൂസിക്കുകാരെ വിളിച്ചു കൊടുത്താലോ? ആരാ? അങ്ങോട്ടല്ല. ആരാണ്? അപ്പൊ ഞാൻ വന്നത് പ്രശ്നമാണല്ലേ? പ്രശ്നം
വീട് മാറി വന്നയാണോ? അതുകൊണ്ടാണല്ലോ കാണാൻ പറ്റിയത്. കാണാൻ പറ്റിന്ന് പറയുമ്പോ എന്നെ ദൈവമേ ബാലേതോ ആരാധകൻ. അത് തന്നെയാണ്. കണ്ടോ, കൺകുളിർക്കെ കണ്ടോളൂ. ഓക്കെ ആയിക്കോട്ടെ. എന്താ ഇത് സംഭവം? എന്താ? ചേച്ചിയുടെ ബ്ലൗസ്. നിന്റെ ഡ്രസ് എന്ത് ചെയ്ത്? നിന്റെ വന്നപ്പോ തന്നെ പാന്റ് കീറി അകത്തിരുന്ന്. ദൈവമേ, അപ്പൊ അത്രമേലായി. ശരിയാക്കി തരാടാ. എന്ന് തുടങ്ങി ബാല് 1.5 കൊല്ലമായി തുടങ്ങിയിട്ട്. 1.5 കൊല്ലോ? ആ, ഇത് ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലോ ടൈം പാസ് ആയിട്ട് തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ എനിക്കിതൊരു പ്രൊഫഷണലാ. പ്രൊഫഷണലാ? ഈശ്വരോ, ഒരു കുടുംബത്ത് വന്നിട്ട് എന്തൊക്കെ പറയുന്നത്? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ ചേട്ടാ? കാരണം അച്ഛൻ പാരമ്പര്യമായിട്ട് എനിക്ക് തന്നതായി കഴിവ്. എന്തോന്ന് കുടുംബമായത്? പാരമ്പര്യം കൊണ്ട് നടക്കുക. ഈശ്വര, കേരളത്തിന്റെ എല്ലാ സൈഡിലും പോവും. ഇന്ന് പരിപാടി ഇവിടെയാണ്. അതെനിക്ക് മനസ്സിലായല്ലോ. അതെനിക്ക് മനസ്സിലായി. ഡബിൾ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ് കേട്ടോ. ഉറങ്ങാനൊന്നും പറ്റൂല. പിന്നെ ഏക ആശ്രയം എന്ന് പറഞ്ഞാ ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോ 1500 രൂപ കയ്യിലെടുത്ത് വെച്ച്. അപ്പൊ ഞാൻ ജോലി ചെയ്യണ കാശ് മൊത്തം ഇവനാണ് തിന്നണത്. ശരിയാക്കി തരാം. ഇതിന്റെ വീട് എവിടാ? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര എന്ന് ഇവിടെ വന്ന് കുടുംബം പിന്നെ ഇന്ന് ഓടി വന്നേ. ഇവിടെ വാടാ ചേച്ചി, ഇതാ അടിക്കാൻ. ഇവിടെ വാടാ. മറിയില്ലടി. ഇങ്ങോട്ട് നീങ്ങടാ. ഒരു കള്ളം പറയുമ്പോ ലോജിക്ക് വേണ്ടടി. ഇവൻ നെയ്യാറ്റിൻകരക്കാരൻ എന്ന് പറഞ്ഞു, നീ പറയുന്നു പാലാക്കാരനെന്ന്. നിന്റെ രഹസ്യക്കാരൻ നിന്നെ നിന്നെ എന്താ പറഞ്ഞെന്ന്? രഹസ്യക്കാരനെന്ന്. എന്താ ഒന്നുകൂടി പറഞ്ഞേ? രഹസ്യക്കാരൻ. ഉറക്കെ വിളിച്ചു പറ. എന്തിന്? അങ്ങനെങ്കിലും എനിക്കൊരു പെണ്ണ് കിട്ടട്ടത്. എടി, നിന്റെ രഹസ്യക്കാരനെ നിന്നെയും കൂടി ഞാൻ ഇന്ന് പൊക്കി. ഇത് രഹസ്യക്കാരനെന്നുള്ള, ഇത് ബാലക്കാരൻ. പാലക്കാരനാ? നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് ബാല കളിക്കാമെന്ന് നടൻ ആ ചെറുക്കന്റെ പാന്റും ഈ ടോപ്പൊക്കെ കീറിയിട്ട് തുന്നാൻ വേണ്ടി എന്റെ കൊണ്ടുവന്ന് തന്നതാ. ഇത് തുന്നി വേഗം ഇട്ടിട്ട് വേണം ആ ചെറുക്കൻ അവിടെ പോയി ബാലക്ക് കയറാലേക്ക്. ബാല പൊളിയും. ആ ഞാൻ പറഞ്ഞ കേട്ട, ഇത് കൊണ്ടിലും കച്ചക്കം പൊളിയൂന്ന്. മനസ്സിലായി. അതായത് രോഗിയുടെ ഇച്ചിച്ചിയും പാല്, വൈദ്യന്റെ ഇച്ചിച്ചിയും പാല്. അല്ല, പിന്നെ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. നട്ടപ്പാതിരാക്ക് പാലുകാരുടെ അടുത്ത് പാല് മേടിക്കാൻ പോകാൻ എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് തയ്ക്കാനുള്ളത്. അങ്ങ് കൊന്നു കളഞ്ഞാലോ ദൈവമേ. ഞാൻ പറഞ്ഞത് പിന്നെ എടി, ഈ ഉത്സവം കൊളാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് അവിടെ പ്രസിഡന്റ് ആവണ്ടേ? ഇവൻ അവിടെ ചെന്ന് കേറില്ലെങ്കിൽ ബാല പൊളിയുമോ? അപ്പൊ പിന്നെ ഇവനെ ഇപ്പൊ വിടണോ? പിന്നെ വിടണ്ട, ഇത് തയ്ച്ചു കൊടുക്കണം. ചെക്കന് പോവാനല്ലേ. എത്ര സമയം എടുക്കും തയ്ക്കാൻ? അതിപ്പോ 5 മിനിറ്റ് ഉള്ളത്. അടിച്ചു തീരാറായി. വേണ്ട, 1 മണിക്കൂർ എടുത്തോ. നല്ല രീതിയിൽ തച്ചാൽ നീ പൊക്കോ. അതെ, എംബ്രോയിഡറി ഒക്കെ വെച്ചോ. നല്ല രീതിയിൽ തച്ചു തരും. അല്ല, എനിക്ക് കേറണമെന്ന്. സംഭവം ശരിയാ, എനിക്കറിയാം. എനിക്ക് മനസ്സിലായി. അബദ്ധത്തിന് പറ്റിയ കേട്ടോ. കുഴപ്പമില്ല. അറിയാൻ സംഭവിച്ചാ. നമുക്കിതൊക്കെ സ്ഥിരമാണല്ലോ. അതെനിക്ക് മനസ്സിലായി. അയ്യോ, ബാല നടനല്ലേ? അതെ, ബാല നടനാണ്. കിടക്കാച്ചി അഭിനയാണോ നീ? കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ അഭിനയിക്കും. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്. വേറെ ആരുമില്ല. പിന്നെ നിന്നെ ഇത് ആരടാ ഈ വീട് കാണിച്ചെന്ന്? അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അമ്പലത്തിലെ, നമ്മളെ ശോശു ബിജു. അങ്ങനെയാണോ? അങ്ങനെയാണ് പേര്. പുള്ളിയാണ് പറഞ്ഞത് ഇവിടെ തയ്ക്കൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചിട്ടാണ്. പുള്ളിയല്ലേ ഇവിടെ അമ്പലത്തെ പ്രസിഡന്റ്? അവൻ മഹാ മോശമാണ്. മോശോ? അവന്റെ ഭാര്യ വേറെ ഒരുത്തന്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി. നീ അറിഞ്ഞില്ലേ? ഒക്കെ അറിയണ ഒരു സ്ഥലത്ത് പോകുമ്പോ എല്ലാം അറിയണം. ഞാൻ പറഞ്ഞുതരാം. എന്തുവാ? കുറച്ച് സമയം എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. വന്നേ. ഇല്ലല്ലോ, പോണം, ബാലേക്ക് പോണം. അതല്ല മക്കളെ, ഞാൻ പറഞ്ഞു. അതായത് ഇവള് തടി ശകലം കൂടുതലായോണ്ട് രാവിലെ നടക്കാൻ ഇറങ്ങി. ഇതേ സമയത്ത് തന്നെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചെറുക്കനും തടി കൂടിയോണ്ട് നടക്കാൻ ഇറങ്ങി. പിന്നെ ഇവര് പരിചയത്തിലായി, ഒരുമിച്ച് നടന്നു തുടങ്ങി. പിന്നെ അത് ഓടി തുടങ്ങി. ആ വഴി ഓടി അതുവഴി അങ്ങ് പോയി. പിടിച്ചില്ലേ? എന്നിട്ട് അതെനിക്കറിയത്തില്ല. അല്ല, അവരെ പോലീസ് പിടിച്ചില്ലേന്ന്? പോലീസ് പിന്നെ പിടിക്കാതിരിക്കോ? പോലീസ് നീ അവന്റെ സൈഡാണ് എന്റെ സൈഡാണ്? അല്ല, ഞാൻ നിങ്ങളുടെ സൈഡാണ്. പിന്നെ അത് എനിക്ക് താന്ന് പോണോ? പാന്റ് അത് അവള് നല്ല രീതിയിൽ തച്ചോണ്ട് വരുവാ. നീ ഒന്ന് അടങ്ങണം. നീ അവിടെ ചെന്ന് യുദ്ധം ചെയ്യുമ്പോൾ പ്രശ്നമാകത്തില്ലേ കീറിപ്പോയാൽ? ഇന്റർവെല് കഴിഞ്ഞ് എനിക്ക് കേറണമെന്ന്. നീ പറഞ്ഞാട്ടൊന്നും ബാല കൊളാവുമെന്ന്. ഞാൻ പോയിട്ടുണ്ട്. ടിസ്റ്റ് ഉണ്ടെന്ന് എനിക്ക്. ടെസ്റ്റ് ഞാൻ രചരി ഈ മുമ്പ് പ്രശ്നമായിട്ടുണ്ടോ എവിടെയെങ്കിലും ബാലെ? ഈ ഇടയ്ക്ക് ചേർത്തലയില് പരിപാടിക്ക് പോയപ്പോ അവിടുത്തെ കമ്മിറ്റിക്കാരൻ വന്ന് എന്തോ വെള്ളമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവനെ ചീത്ത വിളിച്ച്. അങ്ങനെ അവൻ എന്നെ ഓടിച്ച്. ഞാനത് ഇരുട്ട് വാക്കാണല്ലോ ഓടാ. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ടോർച്ച് എടുത്തോണ്ട് ഓട്ടം കാട്ടി കൂടെ ഓടിയെടുത്ത് ഇന്നപ്പോ എന്റെ കൂട്ടുകാരനെ വിളിച്ചു. സല്ലേ വാടാ, ഞാൻ ഈ സ്കൂളിന്റെ ബാക്കിൽ നിൽക്കുന്നെന്നും ഈ ചീത്ത വിളിച്ച കമ്മിറ്റിക്കാർ ഒരു വണ്ടിയിൽ അങ്ങ് വന്നു. അതെങ്ങനെയാണ് നിന്റെ കൂട്ടുകാരനെ ഫോണിൽ വിളിക്കുമ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞത്? ടോർച്ച് എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയത് കോഡ്ലെസ് മൈക്കാ. ഇങ്ങനെയൊന്ന് സംസാരിച്ചല്ലോ. ഇത് അമ്പലപ്പറമ്പി മൊത്തം കേട്ട്. അപ്പൊ 3/4 ഭാഗം ബാലയും പൊളിഞ്ഞു. അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് കയറി പോണോ ചേച്ചി? പാല് തയ്ച്ചിട്ടുണ്ട്. മുഴുവനും തയ്ച്ചിട്ടുണ്ട്. കൊടുക്കട്ടെ. എന്ത് സമയമായില്ലെന്ന് പറഞ്ഞു. ഇത് അവസരമാണ്. ഒരു മനസാക്ഷി ഉണ്ട്. ആ ചെറുക്കനെ പരിപാടിക്ക് കയറാൻ വേണ്ടി
തിരക്കിട്ട് തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിൽ ഒരു ബാലെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റുകൾക്ക് ഉത്സവ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. മാല കഴിഞ്ഞ് ഞാനില്ലാത്ത സീഡി ഇട്ടതാ അവര് മാല ഹിറ്റാക്കിയെന്ന്. ബാല കുളമായില്ലേ? കൊളമായില്ല. നീ അല്ലേടി പറഞ്ഞു ഇവ അവിടെ ചെന്ന് ബാലയിലേക്ക് ഇന്റർവെല്ലിന് ശേഷം കയറിയില്ലെങ്കിൽ ബാല കുളമാവുന്നു. പിന്നെ ഇപ്പൊ അതിനോട് ഒരു ബാല സൂപ്പർ ഹിറ്റ് നന്ദി പറഞ്ഞ കേട്ടായിരുന്നു. എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞ ഞാൻ കമ്മിറ്റിക്കാരെ വിളിച്ചോണ്ട് വരും. എന്തോ നിങ്ങൾ പറഞ്ഞ എനിക്ക് പോലീസിനെ വിളിക്കും. എന്തോ നിങ്ങൾ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അതെന്താന്നറിയോ, ചേട്ടൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ കള്ളത്തരം കാണിച്ചതിന്റെ പേരിൽ ഇങ്ങനെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പൊ ഇയാള് ബാല കളിക്കാൻ ചെന്നാലേ ബാലയും പൊളി ഉത്സവം പൊളി. അപ്പൊ അതിനുവേണ്ടി ഇവിടെ പിടിച്ചു നിർത്തിയതാ. അപ്പൊ ബാല പൊളിയാൻ വേണ്ടിയാണോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? ഇത് നേരത്തെ പറയണ്ടായിരുന്നോ? പറഞ്ഞെങ്കിൽ സാധാരണ ഞാൻ കളിക്കുമ്പോഴാണ് ആ ബാല പൊളിഞ്ഞോണ്ടിരുന്നത്. നേരത്തെ വിട്ടിരുന്നെങ്കിൽ ഞാൻ പോയി പൊളിച്ചിട്ടിങ്ങി വരത്തില്ലായിരുന്നോ? അപ്പൊ നീ പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാടാ. ചെന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര തെറ്റീരാണ്. അതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ്. തിരിച്ചേട്ടാ വളരെ സിമ്പിളായിട്ടുള്ള, അതായത് ഒരു ബാല നടൻ, ഒരു തയ്യക്കാരൻ. ആ ആദ്യം കോസ്റ്റ്യൂമറിന് ഒരു കൈയടി കൊടുക്കുകയാണ്. കാരണം ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഒരു ഷർട്ടും പാൻറ്റൊക്കെ തയ്ക്കണതിൻ്റെ, അതൊക്കെ തെറ്റിച്ചിട്ട് ഒരു റിപ്പീറ്റേഷൻ ഇല്ല ഒരു ഷർട്ടിൽ. ഒരു കളറ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ഭയങ്കര സരസമായിട്ട് വളരെ രസമായിട്ട് പോയ ഒരു സ്കിറ്റാണ്ടത്. അത് പൊട്ടിച്ചിരി അങ്ങനെ നിങ്ങൾ തന്നിട്ടൊന്നുമില്ല, പക്ഷെ ബോറടിക്കാണ്ട് പോകുന്നുണ്ട്. ദീപ്തി സാധാരണ പോലെ തന്നെ പൂണ്ട് വിളയാടിയിട്ടുണ്ട്. സുധീഷ് നന്നായി. ബാലനടൻ കുറച്ചും കൂടി ഒരു ബാലയുടെ ഒരു സാധനം കളിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ബാലയുടെ സ്റ്റൈലില് അതിലൊക്കെ വരുന്ന കഥാപാത്രങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ സുധീഷ് തന്നെയായിട്ടാണ് അഭിനയിച്ചത്. ഒരു ബാലയുടെ ഒരു ക്യാരക്ടർ തട്ടേ കയറുമ്പോഴേ ഉള്ളൂ. ഉള്ളൂ. അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അത് വന്നു പോയാൽ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു. കാരണം അവർ പാട്ടും ഇതൊക്കെ ഉള്ള കുറച്ചുകൂടി കളർഫുൾ ആയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ടാ. 3 പേരുടെയും കെമിസ്ട്രി അസലായി ചെയ്തു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ, ഒരുപാട് എൻജോയ് ചെയ്തു. 3 പേരുടെയും ഈ പറഞ്ഞ പോലെ ആദ്യം ഭാര്യയും ഭർത്താവും നിങ്ങൾ കളിച്ചതിന് മേളിൽ നിർത്തി. അതിനുശേഷം സുധീഷ് ഭായ് വരുന്നു. നിങ്ങളും അതിനോടൊപ്പം തന്നെ നിന്ന് പെർഫോം ചെയ്തു, മുഹൂർത്തങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. അതിൽ 1-2 കാര്യം പറയാം. ഒന്ന്, മറ്റേ ഭാര്യ, എൻ്റെ മറ്റേ ഭാര്യ പോക്കറ്റിലാക്കിയില്ലേ, അത് ഭർത്താവ് ചോദിക്കും എവിടെ പോകുമ്പോൾ. പിന്നെ സിനിമ കാണാൻ ചെന്നിരിക്കുമ്പോഴത്തേന് കട്ട് പീസ്, അതും നല്ല 2 ഈ പറയുന്ന പോലെ മുഹൂർത്തങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നല്ലതായിരുന്നു കേട്ടോ. കാര്യം ബോറില്ലാതെ നിങ്ങൾ ആ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി എന്നുള്ളതാണ്. മനോഹരമായിട്ട് നിങ്ങൾ 3 പേര് അത് ചെയ്യുകയും ചെയ്തു. നല്ല ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് കൊണ്ടുപോയി. പ്രത്യേകിച്ച് കോസ്റ്റ്യൂമോ നല്ല രസമുണ്ട്. അല്ല, വീട്ടിൽ ഈ തയ്യൽ ചെയ്യുന്ന അല്ലെങ്കിൽ തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് കൊള്ളാം. എന്തായാലും കറക്റ്റ് ഫിറ്റായിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സൂട്ടബിൾ ആയിട്ട് തയ്ച്ചിട്ടുണ്ട്. 3 പേരും മനോഹരമായിട്ട് ചെയ്തു. പിന്നെ സുധീഷ് ഭായി എടുത്ത് ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യണേ. ആ ഡാൻസ് പഠിപ്പിച്ച സംഭവം ഉണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു. അതും കൊള്ളായിരുന്നു. എന്തായാലും 3 പേരും നന്നായിരുന്നു. നല്ല സ്ക്രിപ്റ്റും ആയിരുന്നു. അത്യാവശ്യം ചിരിക്കാനും ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. അപ്പം ആരാണ് ആദ്യം? ടിനിച്ചേട്ടൻ. ഞാനൊരു 15,000 രൂപ. ഞാനൊരു 16,000 രൂപ. അപ്പൊ 31,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഇതാ ടോട്ടൽ 60,000 രൂപ. നല്ല എമൗണ്ടാണ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെടാ കള്ള. ശരിടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരുടെ ഇന്നത്തെ സമയം നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. സ്കിറ്റ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ മതിയാവോളം ചിരിച്ചു. എല്ലാ എപ്പിസോഡും പോലെ. മണിക്കൂട്ടാ, ടിനിച്ചേട്ടാ, നസീർക്ക, എന്നാ പിന്നെ വിട വാങ്ങിയാലോ? എന്നിട്ട് നാളെ ഇങ്ങ് വരാം. നാളെ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് നമ്മുടെ കൂടെ ഇവരും ഉണ്ടാവും. ആലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവര്. അവിടെ KEMHS പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവരുടെ ഒരു കൂട്ടായ്മയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഉഷാറായിട്ട് കൈയടിച്ചു നിന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതിലും നല്ല സ്കിറ്റുകളും കൗണ്ടറുകളും ചിലപ്പോൾ പഞ്ചുകളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.